സ്ട്രീറ്റ് ഫുഡിലെ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന പാനിപ്പൂരി ആട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാനിപ്പൂരി ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാനിപ്പൂരിയുടെ കിറ്റ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഞാനിതിപ്പോൾ ഒരുപാട് തവണയായിട്ട് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആ ഒരു പാക്കറ്റിനകത്ത് ഇതുപോലെ 2 പാക്കറ്റാണ് ഉണ്ടാവുക. ആ ഒരു പാക്കറ്റിനകത്ത് ഇതുപോലെ 3 സാഷയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത ആ ഒരു പാക്കറ്റിലുള്ളത് നമ്മളിതാ കട്ട് ചെയ്ത് നോക്കിയപ്പം നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. പാനിപ്പൂരിക്കുള്ള പൂരി ഉണ്ടാക്കാനുള്ള ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ഫ്രൈംസ് പോലത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സാഷയെ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആ പാക്കറ്റ് സ്വീറ്റ് ടാമറിൻ്റെ ഡേറ്റ്സ് ചട്നിയാണ്. മധുരമുള്ള പുളിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മിൻറ്റിൻ്റെ ചട്നിയാണ് അടുത്ത ഒരു പാക്കറ്റിലുള്ളത്. പിന്നെ ഒരു മസാലയുടെ പാക്കറ്റ് ഉണ്ട്. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വേവിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ 3 ഉരുളക്കിഴങ്ങെല്ലാം എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സവാളയുടെ പകുതി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മസാലയുടെ പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തു. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഭാഗം എൻ്റെ നിന്ന് വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പൂരിയിൽ ചെയ്യാനുള്ള സ്റ്റഫ് ചെയ്യാനുള്ള സംഭവം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ഒരു വെള്ളം പോലുള്ള സംഭവമില്ലേ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ആ മിൻറ്റ് ചട്നിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടൊരു ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മിൻറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ. പുതിനയുടെ ടേസ്റ്റും അതുപോലെ അത്യാവശ്യം എരിവുണ്ട്. പിന്നെ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നിയാണ്. പിന്നെ അതുപോലെ ആ ഒരു ഡേറ്റ്സ് ടാമറിൻ്റെ ഞാൻ വേറൊരു പാക്കറ്റിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയിൽ സ്റ്റഫ് ചെയ്യാനുള്ളതും അതുപോലെ ആ 2 സോസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ഫ്രൈംസൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയിട്ട് അത് നേരെ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടൊന്നും കൊടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് തിരിഞ്ഞു വന്ന് ആ ഒരു സൈഡും ഫ്രൈ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അങ്ങ് ചെറുതായിട്ട് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കറ്റിൽ. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ഒരു സ്ട്രീറ്റിൽ നിന്ന് ചെയ്യുമ്പം വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ചേർക്കാൻ ഒരു മിക്സ്ചറിൻ്റെ ഒരു കാട്ടി പോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ എൻ്റെ കയ്യിലില്ല. ഇപ്പം ഞാൻ ഇത്രയും സംഭവം വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം അതിൻ്റെ ആ പൂരിയുടെ നടുക്ക് ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടാറ്റോയും സവാളയും മസാലയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ടാമറിൻ്റെ ആ ഒരു സോസും മിൻറ്റിൻ്റെ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമാട്ടോ. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ടേബിളിൽ വെച്ചാൽ മതി. കുട്ടികളൊക്കെ ഇങ്ങനെ ആ സമയത്ത് ജസ്റ്റ് പൊട്ടിച്ചിട്ടൊരു നമ്മൾ സാധാരണ ഒരു സ്നാക്കും ഒക്കെ കഴിക്കുന്നതെന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ആ സോസ് ചില കുട്ടികൾക്ക് മിൻറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ ടാമറിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ മിക്സ്ചറും അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് പാനിപ്പൂരി പുറത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണല്ലോ. പക്ഷേ അത്ര വൃത്തിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു മടി കൂടുതലായിട്ടും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. 40 റുപ്പീസാണ് ഇതിൻ്റെ പാക്കറ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ മാവൊക്കെ കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് പാനിപ്പൂരി സക്സസ് ആയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പലതവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ.